ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തീം വെച്ചിട്ട് ഒരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിനെ ആദ്യം അങ്ങ് പീൽ ചെയ്ത് ആ ഫ്രണ്ട് പോർഷൻ അങ്ങ് മാറ്റാൻ കേട്ടോ. അതിൻ്റെ തൊലി ഭാഗം ഉണ്ടല്ലോ, നമുക്ക് ഈ ഭാഗവും ഇവിടെയും കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. ഇത്ര ഒരു ചെറിയ ക്യാരറ്റാണ് ഞാൻ അരക്കപ്പ് അരിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. അരക്കപ്പ് അരി എടുക്കുമ്പോൾ ഇത്ര ഒരു കുഞ്ഞു ക്യാരറ്റാണ് എടുക്കുന്നത്. ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ഇങ്ങനെ മാറ്റി വെക്കാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന അരക്കപ്പ് പുട്ടുപൊടിയാണ്. പുട്ടുപൊടി എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പുട്ടുപൊടി ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതേപോലെ നനച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ പുട്ടുപൊടി അല്ല എടുക്കുന്നത്, നിങ്ങൾ ഇടിയപ്പ പൊടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഹാർഡാവും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പുട്ടിന് വറുത്ത് പൊടിക്കുന്നുണ്ടല്ലോ, അങ്ങനെ എടുക്കുക. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പുട്ടുപൊടി, സാധാരണ നോർമൽ പുട്ടുപൊടി എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടുമല്ലോ, അതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ അരക്കപ്പ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കറക്റ്റായിട്ട് ഇത് തരിതരിപ്പായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ഈ പുട്ടുപൊടി എടുക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്യണം. നമ്മളിപ്പോൾ ഈ എടുത്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, ആ ക്യാരറ്റിനെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. വലുതായിട്ട് കിടന്നൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് മിക്സിയിൽ വെച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ക്യാരറ്റ് ഇതും ആയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ക്യാരറ്റിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ആ പുട്ടുപൊടിയിൽ മുഴുവനായിട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് ഞെരടി ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. അതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക കേട്ടോ. ബീട്രൂട്ട് എടുത്തു കഴിഞ്ഞാൽ ബീട്രൂട്ട് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് അതിന് വേറൊരു കളറാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്യാരറ്റ് എടുക്കുന്നത്. ക്യാരറ്റ് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് കളർ കിട്ടും. ക്യാരറ്റ് കുറച്ച് അരിപ്പൊടിയേക്കാളും കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം, അപ്പോൾ കറക്റ്റായിട്ട് കളർ വരുള്ളൂ. ഇപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഉപ്പിട്ട വെള്ളമാണ്. അപ്പോൾ ഈ അരിപ്പൊടി കുഴയ്ക്കുമ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുടഞ്ഞു വേണം വെള്ളം ഇങ്ങനെ എടുക്കാനായിട്ട് കേട്ടോ. അല്ലാതെ ആദ്യമേ വെള്ളം ഒരുപാട് എടുത്ത് ഒഴിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ കുറച്ച് വെള്ളം പിടിക്കുന്ന അതാണ് ഈ പുട്ടുപൊടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഈ പൊടി ഒന്ന് പെരുകി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് സൂക്ഷിച്ചിട്ട് വേണം അത് എടുക്കാനാകുമ്പോൾ. മറ്റേ പൊടി കണക്കല്ല അരിപ്പൊടി എന്ന് പറയുന്നത്. അരിപ്പൊടി സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയല്ല എടുക്കുന്നത്, ഇത് പുട്ടുപൊടി വേറെയാണ്. പുട്ടുപൊടി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് പുട്ടുപൊടി എടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് പെരുകി വരും. കുറച്ച് നമ്മൾ ഈ 3 പോർഷനായിട്ടല്ലേ എടുക്കണം, ഇതിൽ 2 പോർഷൻ വെക്കാനായിട്ട് ഒരുപാട് വരും കേട്ടോ. ഇത് അതുകൊണ്ട് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ പിടിക്കുമ്പോൾ ഇതൊന്ന് ഉരുള പിടിക്കുമ്പോൾ ഇങ്ങനെ വരണം. എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങനെ ഇടുമ്പോൾ തിരിച്ചിങ്ങനെ പോവാൻ വേണം. അങ്ങനെ ആയിരിക്കണം ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഇതിപ്പം ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ കൈ ഒന്ന് നനച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ട് ഒന്നങ്ങ് അടച്ചു വെച്ചേക്കുക. അടച്ചു വെക്കുമ്പോൾ ആ വെള്ളം ഒന്ന് ഊറി പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒന്ന് അടച്ചൊരു 2-3 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ് അത്രയൊക്കെ മതി കേട്ടോ. നമ്മൾ 3 കളറിലെ പുട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ഒരു കളറിനുള്ളതായിട്ടുണ്ട്. ഇനി അടുത്ത വൈറ്റ് കളറിനുള്ളതാണ്. അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ വെള്ളം കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച്, അരക്കപ്പ് മാവാണെങ്കിലും നമുക്ക് ഈ 2 പ്രാവശ്യം ഉണ്ടാക്കാൻ 2 പ്രാവശ്യം പുട്ടിൽ വയ്ക്കാനായിട്ട് തികയും കേട്ടോ. കാരണം നമ്മൾ 3 കളറിലുള്ള പുട്ടായിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തികയും. നമുക്ക് ഓരോ പോർഷൻ, സെൻറ്ററിൽ ഓരോ പോർഷൻ മാത്രമേ വൈറ്റ് വയ്ക്കുകയുള്ളൂ. ഇത്ര മതി. ഇതിലും കുറച്ചൊന്ന് വെള്ളം ഒന്നിങ്ങനെ കൈയൊന്ന് നനച്ച് ആ വെള്ളം ഒന്നങ്ങ് കുടഞ്ഞിട്ട് നമുക്ക് ഇതൊന്നങ്ങ് അടച്ചു വെച്ചേക്കാം. ഇതവിടെ ഇരുന്ന് ആവുന്ന നേരത്തിന് നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് പൊടിച്ചെടുക്കാനും വേറെ പാടൊന്നുമില്ല കേട്ടോ. മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക, പൊടിക്കുന്ന ജാറുണ്ടല്ലോ അതെടുക്കുക. നമ്മൾ നേരത്തെ ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ കണ്ട അതൊക്കെ അങ്ങ് പിടിച്ചു വിട്ടുണ്ട്. ഒട്ടും വെള്ളത്തിൻ്റെ അംശം വേണ്ട ഇപ്പോൾ ഇല്ല. ഒന്നിങ്ങനെ ഇളക്കി അങ്ങിട്ട് കൊടുക്കുമ്പോൾ ആ പോവും. പിന്നെ നമ്മൾ കുറച്ച് ഈ പൊടി എടുക്കുക, മിക്സിയിൽ ചേർത്ത് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് 2 പ്രാവശ്യം ഒരു ബാക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എന്നിട്ട് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതെല്ലാം പൊടിഞ്ഞ് വരും. ഞാൻ പൊടിച്ചെടുത്ത് വരാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് പുട്ട്. കണ്ടോ, കറക്റ്റ് പരുവത്തിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റ് എടുത്തെന്ന് പോലും അറിയില്ല. അതേപോലെ ബാക്കിയുള്ള പോർഷനും അതേപോലെ എടുത്തിട്ട് വരാം. അടുത്ത ബാച്ചും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിനെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ കൊണ്ടെടുക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഈ വൈറ്റ് പുട്ടിന് നമ്മൾ ഇതേപോലെ ഒന്നും ആക്കി കൊടുക്കണ്ട കേട്ടോ. ഈ മിക്സിയിലൊന്നും അടിക്കാനും വേണ്ട, അത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതി. ഇത് ക്യാരറ്റ് ഒന്ന് പൊടിഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയൊന്നും ഇല്ലാതെ തന്നെ ഈ 3 പുട്ടും കൂടി ചേരുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ജാറ് ഞാൻ കഴുകി എടുത്തിട്ട് വരാം. ഈ പച്ച കളർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം.
പിന്നെ പച്ചമുളക്. ഇത് വലിയ എരിവുള്ള പച്ചമുളകല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ഇട്ടത്. നിങ്ങളിൽ എരിവുള്ളതാണെങ്കിൽ ഒന്നൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒട്ടും എരിവില്ലാത്ത പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു മിൻറ്റ് ലീഫിൻ്റെ ഒരു 2 3 ഇല, അത്ര മതി കേട്ടോ. അത്രയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാർ ഇത് അടച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അടുത്തത് മാവ് എടുക്കുക. ഇതിന് ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റിലേക്ക് അതിലേക്കും ഒരു 1/2 കപ്പ് മാവ് തട്ടിപ്പോയി, 1/2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ഒന്ന് ഈ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചേക്കുന്ന ഈ സാധനം ഇല്ലേ, ഈ സാധനം എല്ലാം ഇതിലേക്ക് ഒന്ന് ആദ്യം ഇട്ട് കൊടുക്കുക. നമുക്ക് മുളക് ഇടണ ഇഷ്ടമല്ലെങ്കിൽ മുളക് ഇടും, പക്ഷെ മുളക് മിൻറ്റ് ലീഫ് ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മിൻറ്റ് ലീഫും ഇതും ഇട്ടിട്ട് ഞാനൊരു മുട്ട പപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ള. പിന്നെ ഇതിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി കേട്ടോ, ചിരകിയ തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ തേങ്ങയും കൂടി ഇട്ടുണ്ടാക്കിയപ്പോൾ എനിക്കൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നി. കൂടുതലൊന്നും വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. നിങ്ങൾ 1/2 കപ്പിൽ കൂടുതൽ മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എടുത്തോളൂ. ഞാനിപ്പോൾ 1/2 കപ്പ് ആയതുകൊണ്ടാണ്. ഇതിപ്പോൾ 3 പുട്ടും കൂടി 2 പ്രാവശ്യം അവിക്കാനായിട്ട് വരും കേട്ടോ, അത്രയും വരും. ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് ഉപ്പിട്ട വെള്ളം ഉണ്ടല്ലോ, തളിച്ച് എടുക്കാം. ഇത് കൈ ഒന്ന് കുടഞ്ഞിട്ട്, വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഇത് നമുക്ക് അരിപ്പുട്ടിന് നമ്മൾ വെള്ളം കുടഞ്ഞ് അവസാനം വച്ചേക്കല്ലേ, അതെന്തായെന്ന് നോക്കാം. അത് ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നതാ, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. പുട്ട് പിടിക്കുമ്പം നല്ല പിടി കിട്ടാൻ വേണം. പുട്ട് നനയ്ക്കുന്നതിലാണ് ഇരിക്കുന്നത് കണ്ട. നമ്മൾ കുറച്ച് മാവേ എടുത്തോളൂ, പക്ഷേ ഇപ്പം നോക്കിക്കേ, മാവിൻ്റെ അളവ് നോക്കിക്കേ, ഒരുപാടായിട്ട് വന്നത് കണ്ടോ. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ പച്ച കളർ പുട്ടിനെ എടുത്ത് ഒന്ന് മിക്സിയിലാക്കി അത് വയ്ക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ചല്ലേ, നമുക്ക് അടുപ്പിൽ വയ്ക്കുമ്പോൾ എല്ലാം ഒരുമിച്ചല്ലേ ആവാൻ പറ്റുള്ളൂ. പച്ചപ്പുട്ടിൻ്റെ മാവ് എടുത്തിട്ടുണ്ട്. ഇതിനി ഈ തേങ്ങയും ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. അപ്പോൾ ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെയും നമുക്കൊന്ന് മാറ്റാം. ഇപ്പോൾ ഞാൻ 3 കളർ പുട്ടിൻ്റെ മാവും എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കുഴച്ച് എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു പുട്ടുകുറ്റിയാണ് എടുക്കുന്നത്. അറിയായിരിക്കുമല്ലോ പുട്ടുണ്ടാക്കാനായിട്ട്. ആദ്യം കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീരയൊക്കെ ഇട്ടുണ്ടാക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഈ പുട്ടിൻ്റെ നമ്മൾ ഈ നനച്ച് വെച്ചിരിക്കുന്ന പച്ച കളർ ആദ്യം ഇട്ട് കൊടുക്കാം. ഇനി ആ പച്ച കളർ ഇട്ട് തീർന്നതിന് ശേഷം പിന്നെയും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ അടുത്ത് ഇടാനുള്ളത് പിന്നെ ഇടുന്നത് വൈറ്റ് കളറാണ്. പിന്നെയും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. പച്ചക്കളറും ഓറഞ്ച് പുട്ടും കൂടെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വെള്ള സാധാ നോർമൽ പുട്ട്. കുട്ടികൾക്കാണെങ്കിലും ഞാനിപ്പോൾ ഒരു ഓഗസ്റ്റ് 15 തീം വെച്ചിട്ട് പുട്ടുണ്ടാക്കുന്നതാണെങ്കിലും ഈ ഒരു പുട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രസ് ചെയ്ത് അമക്കി അങ്ങ് വയ്ക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കൈ കൊണ്ടങ്ങ് പ്രസ് ചെയ്ത് ഒരുപാടിട്ടങ്ങ് പ്രസ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങ് വാരി വെക്കുക ചെയ്യാവുള്ളൂ മാവ്. നമുക്ക് ഇതിൻ്റെ അടപ്പങ്ങ് ഇത്രയും ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പങ്ങ് അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അടുപ്പിൽ വെള്ളം ഞാനിപ്പോൾ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ച് വേണം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പുട്ടിൻ്റെ കുറ്റി അങ്ങ് ഇട്ട് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ മതി കേട്ടോ. അപ്പോഴത്തേന് ഈ മുകളിൽ ഹോൾസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഹോൾസ് ഉണ്ടല്ലോ, ഈ ഹോൾസിൽ കൂടി ആവി ഇങ്ങനെ വരും. ആവി വരുമ്പോഴത്തേക്ക് നമുക്ക് കിഴങ്ങ് എടുത്ത് മാറ്റാം. പുട്ടുണ്ടാക്കാൻ മിക്കവർക്കും അറിയായിരിക്കും, എന്നാലും അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ഒരു 2 മിനിറ്റ് നല്ല വെള്ളം തിളച്ച് കിടക്കുകയാണെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ആവി വന്നോളൂ. നിങ്ങൾക്ക് കാണാമോ, ഇതിൽ നിന്ന് വേണ്ട ആവി ഇങ്ങനെ വരുന്നുണ്ട്, കാണാമോ? ആദ്യം ഇതിൻ്റെ മുകൾ ഭാഗത്ത് അടപ്പങ്ങ് എടുത്ത് മാറ്റുക. പിന്നെ ഈ പുട്ട് ബാക്കിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ഇങ്ങനെ ഇടുക. ഇത് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് പ്രസ് ചെയ്തേക്കണേ, മറക്കല്ലേ.